നമസ്കാരം. ഞാനേ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചിലർക്കൊക്കെ അറിയാം. അവിടെ വെച്ച് ഞാൻ ഈ ജില്ലയിലെ തന്നെ ഒരു വാർഡ് കൗൺസിലറെ പരിചയപ്പെട്ടു. വനിത സംസാരിച്ച് കുറേ നേരം ചില ആൾക്കാരോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നും, അവർക്ക് നമ്മളോടും തോന്നും, ചിലപ്പോൾ വളരെയധികം സംസാരിക്കും. അപ്പോൾ ഞാൻ ഒരു ഫാമിലിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഡൈവേഴ്സിയാണ്, ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എന്ത് പറ്റി നിങ്ങൾ ഇത്ര സൗന്ദര്യമൊക്കെ ഉള്ള ഒരാളെ ഇങ്ങനെ പെട്ടെന്ന് ഡൈവേഴ്സ് ചെയ്യാൻ അയാൾക്ക് മനസ്സ് വന്നു എന്നൊക്കെ ചോദിച്ചത് പറഞ്ഞ് അതെൻ്റെ പൊളിറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അയാൾക്ക് ഭയങ്കര സംശയമാണ് എന്നെ. അങ്ങനെ ഗതി കെട്ടിട്ട് ഡൈവേഴ്സ് ചെയ്താൽ ഫോൺ നമ്പർ തരുമോ ചോദിച്ചു. അതിനെന്താ തരാറ്, എപ്പോഴാണ് വിളിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് രാത്രിയാണ് നല്ലത്, വീട്ടിൽ ഞാനും മാത്രമേ ഉള്ളൂ, രാത്രി വിളിച്ചാൽ ഞാൻ ഫ്രീ ആയിരിക്കും, അല്ലാത്തപ്പോഴൊക്കെ എനിക്ക് തിരക്കുകളാണ്. അത് ശരിയാണ്, ഒരു വാർഡിൻ്റെ കാര്യങ്ങൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ രാത്രി 11 മണിക്ക് വിളി തുടങ്ങിയെന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം സംസാരം നീളാൻ തുടങ്ങി. ഒരു അന്യ സ്ത്രീ, ഒരു യൗവനയുക്തയായിട്ടുള്ളൊരു സ്ത്രീ ഒരു അന്യ പുരുഷനോട് ഈ അർദ്ധരാത്രി നേരത്തെ സംസാരിക്കണത് കുരുമുളകിൻ്റെ വില ഇടിഞ്ഞാന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ, റബ്ബറിൻ്റെ വില എന്താ ഇത്ര കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഡൽഹിയിൽ എന്താ പ്രശ്നം, അതൊന്നും സംസാരിക്കാനല്ല. അവർക്ക് വേണ്ടത് മറ്റതാണെന്നുള്ളത് രാത്രി പോലെ വ്യക്തമാണ്. അങ്ങനെ സംസാരം നീണ്ട് ഇവരോട് സെക്ഷലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഇതിനൊക്കെ നല്ല താല്പര്യമുള്ള, പക്ഷേ ഇവരുടെ പൊളിറ്റിക്കൽ ഇമേജ്, അതേപോലെ ഇവരോട് ആരും പെട്ടെന്ന് കയറി ഹെഡ് ചെയ്യാനുള്ള മടി. കാരണം അത്ര പ്രൗഡായിട്ടുള്ളൊരു സ്ത്രീയാണിത്, ഒരു 40 താഴെ, അത്യപൂർവമായിട്ടുള്ള പേഴ്സണാലിറ്റി. അപ്പോൾ പെട്ടെന്നൊന്നും കയറി ആരും ഹെഡ് ചെയ്യില്ല. അങ്ങനെ സംസാരം നീണ്ട് ഞാനിവരോട് ചോദിച്ച് നമുക്കൊരു യാത്ര പോയാലോ ചോദിച്ച്. എപ്പോൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇവർ എതിരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് ദൂരെയാണ് പോണത്, നമുക്ക് ഫ്ലൈറ്റിൽ പോവാം, അപ്പോൾ ദിവസങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാവില്ല, 2-3 ദിവസം കൊണ്ട് നമുക്ക് പരിപാടി കഴിക്കാറ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ്, അവിടെ നിന്ന് നേരെ അമൃത്സർ, അവിടെ നിന്ന് ഞങ്ങൾ വാഗാ ബോർഡർ. അപ്പോൾ അവർക്ക് ഇപ്പോഴും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഈ വാഗാ ബോർഡറിലെ പരേഡ് BSFൻ്റെ ഒക്കെ ഒന്ന് കാണണമെന്നുണ്ട്. അതൊക്കെ കൊണ്ടുപോയി കാണിച്ച് ഞങ്ങൾ അമൃത്സറിൽ വന്ന് റൂമെടുത്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഭാര്യയും ഭർത്താവും പോലെ തന്നെ എന്നെ മുട്ടിയിരുന്ന് നടക്കണം, ഒപ്പം ഇതാക്കണം. ഇവർ പറഞ്ഞ് ഞാൻ പോയി ഫ്രഷായി വരാറിന്. ഇവർ കുറച്ച് വസ്ത്രങ്ങളൊക്കെ എടുത്ത് പോയിട്ട് ബാത്റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇവർ നല്ല മോഡേൺ ഡ്രസ്സിലൊക്കെ വന്ന് നോക്കുമ്പോൾ എൻ്റെ അതിസുന്ദരി. ചോദ്യം പറച്ചിലൊന്നുമില്ല, തോളത്ത് കൈയിട്ട് ഒരു ചുംബനം കൊടുത്ത് എന്നിട്ട് ഞാനും പോയി ഫ്രഷാക്കി. അവിടെ മുട്ടിച്ച തണുപ്പാണ്, ചൂടുവെള്ളമൊക്കെ ഉണ്ട് ഹോട്ടലിൽ. ഇത് കഴിഞ്ഞ് വന്നിട്ട് നേരെ ഡയറക്റ്റ്, കൂടുതൽ സംസാരമൊന്നുമില്ല. അവരൊക്കെ സോഫമേലിരിക്കാൻ ഞാൻ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് ഓരോന്നൊക്കെ ചെയ്യൽ തുടങ്ങി. അപ്പം തണുപ്പുണ്ട്, റൂമിൽ ഹീറ്ററുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ റിമൂവ് ചെയ്യാൻ തുടങ്ങി. ഇവർ ഒരു പാൻറ് ഇട്ടേക്കണം, ചുരിദാറിൻ്റെ പാൻറ്റല്ല, സാധാ പാൻറ്, ഒരു ഫുൾ സ്ലീവ്, ഒരു ടോപ്പും, അതൊക്കെ തലവഴി ഊരി. പിന്നെ പാൻറ് പോരുണ്ടെങ്കിൽ അത് ഞാൻ സോഫയമേൽ ഇരുത്തിയിട്ട് നല്ല കാല് വഴി ഇങ്ങനെ ഊരിയെടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. ബാക്കി കൂടി ബ്രായിൻ്റെ ഹുക്കൊക്കെ വേറെ ഇടിച്ചപ്പോൾ നോക്കുമ്പോൾ ഇതൊരു പെറ്റ പെണ്ണാണ്, ഒരു കുട്ടിയുണ്ടെന്നൊന്നും പറയില്ല. നിപ്പിൾസൊക്കെ വളരെ ചെറിയ റോസ് കളർ, ചെന്തെങ്ങിൻ്റെ കരിക്ക് പോലെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുണ്ട്, കുടിക്കാൻ മാത്രമുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവരെ ബെഡിൽ കിടത്തി. ഒരു പിങ്ക് കളറുള്ള ഷഡ്ഡി, അവർക്ക് നല്ല അവരുടെ ബോഡിയായിട്ട് നല്ല മാച്ചാക്കണം. എനിക്ക് അങ്ങനെ പെണ്ണുങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഷഡ്ഡി മാത്രമായിട്ട് കുറച്ച് നേരം ഞാനത് ആസ്വദിച്ച് പിന്നെ ഷഡ്ഡി ഊരിയെടുത്ത്. എൻ്റെ അമ്മ എത്രങ്ങാനും വലിപ്പമുള്ളൊരു അപ്പം. ഞാൻ പിന്നെ നാക്കും കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ എനിക്ക് മടിയില്ല, കാരണം നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കണവർ. ഇതൊക്കെ ചെയ്ത് കൊടുത്ത് എന്തിനു പറയണം, ഭക്ഷണം കഴിക്കാൻ പോലും പോകാൻ തോന്നുന്നില്ല.
കളിയോ കളി. അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഡൽഹിയിൽ വന്ന് അവിടെയും താജ്മഹലൊക്കെ കാണിച്ച് അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഡയറക്റ്റ് കരിപ്പൂരിക്ക് ഡൽഹിയിൽ നിന്നും കൊടുത്തു. ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്, പക്ഷെ ഇപ്പം അങ്ങനെ പോകാനൊന്നുമുള്ളൊരു മൂഡില്ല. അവർക്കുണ്ട്, എനിക്കില്ല എന്നുള്ള സത്യം. അപ്പോൾ ആവർത്തന വിരസതയല്ല, എന്തോ ഒരു മടുപ്പ്. രണ്ടാമതൊന്ന് കൊണ്ടുപോകാനുള്ളൊരു സംഭവം മുതലുണ്ട്. നല്ല ഹൈറ്റും വെയിറ്റും നല്ല ഫോട്ടൊക്കെ ഷേപ്പൊക്കെ. പക്ഷെ എന്തോ അതുകൊണ്ട് എനിക്ക് വേറെ കിട്ടിയത് കൊണ്ടാണ് അറിയില്ല. അങ്ങനെ പോകും രസവും കൂടി. ഞാൻ എപ്പോഴും പോകാമെന്ന് പറയുന്നുണ്ട്, ഞാൻ എഗ്രിയാണ്. പക്ഷേ സമയവും സന്ദർഭവും ഒത്തു വരുന്നില്ല. അങ്ങനെ നീണ്ടു പോവുകയാണ്. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. അവിടെ വെച്ച് അവരോട് മിണ്ടാൻ, അതായത് നമ്മളുടെ ശുക്കൾ അവരുടെ യോനിയിൽ വീഴാനൊരു വിധിയുണ്ട്. അത് സംഭവിച്ചിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ തിയറി. അല്ലാണ്ട് എൻ്റെ കഴിവോ അല്ലെങ്കിൽ അവരുടെ കഴിവോ ഒന്നും അല്ലത്. കുറേയൊക്കെ ഭാഗ്യമാണ്, കുറേയൊക്കെ ധൈര്യം. എന്നുവെച്ചാൽ കാണുന്ന പെണ്ണുങ്ങളോടൊന്നും പരിപാടിക്ക് ചോദിക്കരുത്. അപ്പോൾ ആകെ ചീത്തപ്പേരാവും. തരാൻ വിചാരിക്കണവരും കൂടി തരില്ല. കാരണം നമ്മളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ, ഇങ്ങനത്തെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പബ്ലിക്കിന് മനസ്സിലാവും, അവളവനോട് മുണ്ടുണ്ട്, അവൻ മറ്റതിൻ്റെ ആളാണ്. ഇപ്പം സ്ത്രീകൾ തമ്മിൽ പെട്ടെന്ന് ഒരേ ആൾക്കാരെ പറ്റി അഭിപ്രായമൊക്കെ പറഞ്ഞ് ഇവനെപ്പറ്റി ഒരു ബാഡ് ഇമ്പ്രഷനുള്ള ആളാണെന്ന് മനസ്സിലാവും. അങ്ങനത്തെ ഒരാളോട് കൂടുതൽ നേരം സംസാരിച്ച് വരെ നിൽക്കില്ല, ചീത്തപ്പേരാകുമെന്ന് വിചാരിച്ച്. അപ്പോൾ കഴിയുന്നതും കാണുന്ന പെണ്ണുങ്ങളോടൊന്നും ചോദിക്കാൻ പോകരുത്. ചോദിച്ചാൽ കേൾക്കണം, കിട്ടുകയുമില്ല. പിന്നെ ഒരിക്കലും എവിടെ നിന്നും കിട്ടില്ല. അതൊരു അഡ്വൈസാണ്. നമസ്കാരം.